എല്ലാ പ്രിയപ്പെട്ടവർക്കും രാമാസ് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയും തൊട്ട് താഴെ കാണുന്ന ആ ഓളിൻ്റെ അതുകൂടി ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. ഇത് കൊല്ലം ആലപ്പുഴ ദേശീയ ജലപാത കടന്നു പോകുന്ന ആലപ്പുഴ ജില്ലയിലെ പല്ലനയാറ്. ഇവിടെ നിന്നും ഏകദേശം 500 മീറ്റർ പടിഞ്ഞാറ് മാറി അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മഹാകവി കുമാരനാശാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന കുമാരകോടിയിലെ സ്മൃതി മണ്ഡപം നമുക്ക് കാണാം. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കവിത്രയങ്ങളിൽ പ്രധാനി മഹാകവി കുമാരനാശാൻ. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് താലൂക്കിൽ കായിക്കര ഗ്രാമത്തിൽ തൊമ്മൻവിളാകം വീട്ടിൽ നാരായണൻ്റെയും കാളിയുടെയും മകനായി 1873 ഏപ്രിൽ 12 ശനിയാഴ്ച കുമാരനാശാൻ ജനിച്ചു. കവിയും SNDP യോഗം ജനറൽ സെക്രട്ടറിയുമായിരിക്കെ കൊല്ലം ബോട്ടിയെട്ടിയിൽ നിന്നും ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി 1924 ജനുവരി 16 രാത്രി 10:30 മണിക്ക് വർഗീസ് മാത്യുവിൻ്റെ ഉടമസ്ഥതയിലുള്ള കൊച്ചിൻ ട്രാൻസ്പോർട്ട് മോട്ടോർ സർവീസിൻ്റെ 2 നിലകളുള്ള റെഡീമർ എന്നു പേരുള്ള ബോട്ടിൽ ആലപ്പുഴയ്ക്ക് തിരിച്ചു. എൻജിൻ മുറിയോട് ചേർന്നുള്ള സ്ഥലത്തായിരുന്നു ആശാന് സീറ്റ് കിട്ടിയത്. 95 യാത്രക്കാർക്ക് കയറാൻ ശേഷിയുള്ള ബോട്ടിൽ അപ്പോൾ 151 യാത്രക്കാരും അവരുടെ ലഗേജുകളും ഉണ്ടായിരുന്നു. അറുമുഖൻ പിള്ളയായിരുന്നു ബോട്ട് മാസ്റ്റർ. അർദ്ധരാത്രി പിന്നിട്ടപ്പോൾ ബോട്ട് അഷ്ടമുടിക്കായൽ കടന്ന് ഇപ്പോഴത്തെ ദേശീയ ജലപാതയായ കൊല്ലം ആലപ്പുഴ റൂട്ടിൽ കായംകുളം കായൽ കടന്ന് വലിയഴീക്കിലെത്തി. തോട്ടപ്പള്ളിയിൽ നിന്നും ഏകദേശം 19 കിലോമീറ്റർ തെക്കുമാറി. യാത്രക്കാരെല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കെ ഏതാണ്ട് വെളുപ്പിന് 4 മണിയോട് ബോട്ട് പല്ലനയിൽ എത്താറായി. നല്ല വേഗത അപ്പോൾ ബോട്ടിനുണ്ടായിരുന്നതായി പിന്നീട് അന്വേഷണത്തിൽ വെളിവായിട്ടുള്ളതാണ്. ബോട്ട് വന്ന വേഗത്തിൽ തന്നെ പല്ലനയാറിലെ വളവ് തിരിക്കുകയും നിയന്ത്രണം വിട്ട ബോട്ട് കുത്തനെ മറിഞ്ഞുവെന്നും അതല്ല ആറ്റിലേക്ക് ചാഞ്ഞു കിടന്ന പുന്നമരത്തിലിടിച്ചാണ് ബോട്ട് മുങ്ങിയതെന്നും പറയപ്പെടുന്നു. ബോട്ടിലെ നിലവിളിയും മറ്റും കേട്ട് അയൽവാസികളായ കലവറ വീട്ടിൽ കേശവപിള്ളയും പല്ലന പോറ്റിമാരും രക്ഷാപ്രവർത്തനത്തിന് എത്തിയിരുന്നു. അപകടം നടന്ന സമയം 3 ബോട്ടുകൾ അതുവഴി കടന്നുപോയതായും അവർ രക്ഷാപ്രവർത്തനത്തിന് മുതിർന്നില്ല എന്നും പറയപ്പെടുന്നു. 127 പേരോളം നീന്തി രക്ഷപ്പെട്ടു. ആ കൂട്ടത്തിൽ ബോട്ട് മാസ്റ്റർ അറുമുഖം പിള്ളയും ജീവനക്കാരുമുണ്ടായിരുന്നു. ഇരുട്ടായതിനാൽ രാവിലെ 8 മണിയോടെയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. ബോട്ടിൽ നിന്നും 9 മൃതദേഹങ്ങൾ കിട്ടി. ചെളിയിൽ താണുപോയ 13 പേരെ വേറെയും. അപ്പോഴും ബോട്ട് പൂർണ്ണമായി ഉയർത്തുവാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അടുത്ത ദിവസം വീണ്ടും കപ്പി ഉപയോഗിച്ച് ബോട്ട് ഉയർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. എൻജിൻ മുറിയോട് ചേർന്ന് 2 മൃതദേഹങ്ങൾ. അതിലൊന്ന് നമ്മുടെ പ്രിയ കവി കുമാരനാശൻ്റേതായിരുന്നു. മരണസംഖ്യ അപ്പോൾ 24 കടന്നു. മഹാകവിയെ കോടി പുതപ്പിച്ച സ്ഥലം പിന്നീട് കുമാരകോടിയായി മാറി. പ്രിയ കവിക്ക് 1000 കണ്ണീർ പ്രണാമം. റെഡീമർ ബോട്ടിൻ്റെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ ശവകുടീരം കാണാം. ജനനവും മരണവും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്മൃതി മണ്ഡപത്തിന് ഇരുവശവും അദ്ദേഹത്തിൻ്റെ കവിതയിലെ കഥാപാത്രങ്ങളെ സിമൻറ്റിൽ കൊത്തിവെച്ചിരിക്കുന്നതും നമുക്ക് കാണാം. നളിനിയിലെ ദിവാകരനെയും നളിനിയെയും, ദുരവസ്ഥയിലെ സാവിത്രിയെയും ചാത്തനെയും, വാസവദത്തയിലെ വാസവദത്തയെയും, ചിന്താവിഷ്ടയായ സീതയിലെ സീതയെയും, ചണ്ടാല ഭിക്ഷുകിയിലെ ആനന്ദ ഭിക്ഷുവിന് ദാഹജലം നൽകുന്ന ചണ്ടാല സ്ത്രീയെയും, ലീലയിലെ മദനനെയും ലീലയെയും തോഴി മാധവിയെയും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. സ്മൃതി മണ്ഡപത്തിന് പുറത്തിറങ്ങിയാൽ 1951 അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചിരിക്കുന്ന കുമാരനാശാൻ മെമ്മോറിയൽ UP സ്കൂളും അതിന് തൊട്ടടുത്തായി SNDP യോഗത്തിൻ്റെ കീഴിലുള്ള ഗുരുദേവ ക്ഷേത്രം നമുക്ക് കാണുവാൻ കഴിയും.